ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയും ഞമ്മന്റെ സ്വഭാവം പുറത്തെടുക്കും. അതാണല്ലോ ഇപ്പോൾ പുതിയ ട്രെൻഡ്. ആരുമായിട്ട് തർക്കം കൂടിയാലും ശരി, എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി. എനിക്ക് ഒരു യുക്തിവാദി സുഹൃത്തുണ്ട്, സാബിറ. അവരുടെ ഹസ്ബൻഡ് വഴി തർക്കത്തെ തുടർന്നാണ് ഒരാളുമായിട്ട് തർക്കം കൂടുകയും അദ്ദേഹത്തെ ഇയാൾ പറഞ്ഞു വിട്ടു, ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടു, ആയുധവും കയ്യിലെടുത്തു. ചെറിയ ചെറിയ വഴിത്തർക്കം, സൈഡ് കൊടുത്തില്ല തർക്കം, ഓവർടേക്ക് ചെയ്തു തർക്കം, പാർക്കിംഗ് തർക്കം, സൈഡ് കൊടുത്തില്ല അതല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിലുള്ള തർക്കങ്ങളിലും അതിര് തർക്കം, വഴി തർക്കം, വെള്ളം വെളിച്ചം, എവിടെയും തർക്കം. നിങ്ങൾ നോക്കിയാൽ മതി. എവിടെയായിരുന്നാലും ഒരാളെ അങ്ങ് ഇല്ലാതാക്കാൻ നിമിഷങ്ങൾക്കുള്ളിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനം അപ്പോൾ തന്നെ ഇവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തൃച്ചി ജില്ലയിലെ ഒരു ഹിന്ദു പുരോഹിതന്റെ നേർക്കാണ് CPMന്റെ പ്രാദേശിക നേതാവും ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുമായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ഗോത്ര നിയമം കയ്യിലെടുത്തത്. പ്രത്യേകിച്ച് ഹിന്ദു പുരോഹിതനാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിലേ മതപരമായി നോക്കുമ്പോൾ അമർഷമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത്, തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരനാണ് ഓട്ടോ ഡ്രൈവർ. കാരണം ഒരു കാഫിറെ ഇല്ലാതാക്കിയാൽ അള്ളാഹു തനിക്ക് നൽകാൻ പോകുന്ന അനിർവചനീയമായ സ്വർഗീയ ആരാമങ്ങളെ കുറിച്ചിട്ടല്ലേ അയാൾ ചിന്തിക്കൂ. ഈ ലോകത്ത് ചിലപ്പോൾ കേസ്, ജയില്, പത്രത്തിൽ പരസ്യം, പിന്നെ കുറച്ച് ആളുകൾ അറിയും, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശരി, അതൊക്കെ ശാശ്വതമല്ല. ചെറിയ ഒരു ഇടവേളയ്ക്ക് മാത്രമാണ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ അവരതൊക്കെ മറക്കും. പക്ഷെ പരലോകത്ത് അങ്ങനാണോ? ഇപ്പോ തിരുവെരുമ്പൂരിലെ ഒരു ഭഗവതിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം അരങ്ങേറുന്നത്. പൂജാരിയായ സതീഷ് കുമാർ, അയാളെ സാദിഖ് ബാഷ എന്നയാളാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചിഹ്നം തന്നെ അദ്ദേഹം കയ്യിലെടുത്തു. അയാൾ ഏത് പാർട്ടിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, CPMന്റെ പ്രാദേശിക നേതാവാണ്. അപ്പോൾ അതൊന്നും കൈവിടാതെ എവിടെയും നമ്മുടെ പാർട്ടിയുടെ മുഖമുദ്രയും സർവോപരി മത മുദ്രയും മുറുകെ പിടിക്കണ്ടേ. അതുകൊണ്ട് ശരി, എന്നാൽ അരിവാളെങ്കിൽ അരിവാള് ശരി. പിന്നീട് അരിവാള് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, അതെടുത്ത് പ്രയോഗിക്കാനുള്ളതാ. കാക്ക അതെടുത്ത് തലങ്ങും വിലങ്ങും അങ്ങോട്ട് പ്രയോഗിച്ചു. വിനായക ക്ഷേത്രത്തിന് സമീപമുള്ള പാർക്കിങ്ങിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഭഗവതി അമ്മൻ വിനായക ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇദ്ദേഹം. 2 ക്ഷേത്രത്തിലും ഇയാൾ തന്നെയാണ് പൂജാരി. ഭഗവതി അമ്മൻ കോവിലും അതുപോലെ വിനായക ക്ഷേത്രവും, 2ഇടത്തെയും പൂജാരിയാണ് ഈ സതീഷ് കുമാർ. ഈ വിനായക ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തില് പതിവായിട്ട് കാർ പാർക്ക് ചെയ്യുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആരാധനയെ നല്ല രൂപത്തിൽ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് സതീഷ് ഈ സാദിഖ് ഭാഷയോടൊരു മുന്നറിയിപ്പ് നൽകിയത്. അങ്ങനെ തൈപ്പൂയം എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നതോടുകൂടി കൂടുതൽ ഭക്തരായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുമെന്നും വാഹനം അവിടെ പാർക്ക് ചെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുമെന്നും പുരോഹിതൻ ഭാഷയോട് സൗമ്യമായി സാധാരണ മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് പോലെ പറഞ്ഞു. അദ്ദേഹം അതിന് ബാധ്യതപ്പെട്ട ആളാണ്. ഭക്തർക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് വാഹനം അവിടെ പാർക്ക് ചെയ്യരുതേ. ഒരുപാട് ആളുകൾ വരുന്ന ഒരു ചടങ്ങും ദിവസവുമാണ് ഇന്ന് എന്ന് പറഞ്ഞത്. അതിനെ തുടർന്ന് ഈ സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടി സതീഷ് കുമാർ ഇയാള് ഭാഷയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. കാരണം അദ്ദേഹം എന്തൊക്കെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഈ സതീഷ് കുമാർ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞിട്ടും ഇയാളുമായി വാഗ്വാദത്തിനും തർക്കത്തിനും പോരിനും നിൽക്കുവാണ് ഭാഷ. അങ്ങനെയാണ് സാദിഖ് ഭാഷയുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് കാര്യം പറയാം. പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ സാദിഖ് ഭാഷയുടെ ഭാര്യയാണ് സൈറ ബാനു. അവരോട് സൗമ്യമായിട്ട് തന്നെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭർത്താവിനോട് കാറ് മാറ്റാനൊന്ന് പറയണം. സാദിഖ് ഭാഷ വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഭാര്യ പറഞ്ഞു, പൂജാരി വന്നിട്ടുണ്ടായിരുന്നു,
സതീഷ് കുമാർ പറഞ്ഞു, നിങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്. അപ്പൊ ഭാര്യയെ വന്ന് കണ്ട് സംസാരിച്ചതിൽ ഇദ്ദേഹം ക്ഷുഭിതനായി. അങ്ങനെ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ ഇദ്ദേഹം പ്രകോപിതനായി. സാദിഖ് ബാഷ പിറ്റേന്ന് രാവിലെ തന്നെ വിനായക ക്ഷേത്രത്തിൽ വെച്ച് സതീഷ് കുമാറിനെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. ബാഷ ഈ പുരോഹിതനെ പിന്തുടർന്നോടിച്ചു. ഇയാള് ജീവനും കൊണ്ട് ഓടി. കാരണം കയ്യില് പാർട്ടി ചിഹ്നവും കൊണ്ടാണ് ഈ ഓടുന്നത്. അപ്പൊ പ്രാണരക്ഷാർത്ഥം സതീഷ് കുമാർ ഓടി. അതിനെ തുടർന്ന് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വെച്ച് സതീഷ് കുമാറിനെ വളഞ്ഞു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം അരിവാളുകൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. കഴുത്തിലും പുറകിലും കൈകളിലുമൊക്കെ ഗുരുതരമായി സതീഷ് കുമാറിന് പരിക്കേറ്റു. അതിനെ തുടർന്ന് പുരോഹിതനെ ഗുരുതര അവസ്ഥയിൽ തൃച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സതീഷ് കുമാർ പിന്നീട് പരാതി കൊടുത്തു. സതീഷ് കുമാറിന്റെ പരാതിയിൽ തിരുവെരുമ്പൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒടുവിൽ സാദിഖ് ബാഷ ഒളിവിൽ പോയി. എളുപ്പമുണ്ടല്ലോ. ഒരു കാഫിറിനെതിരെയായിരുന്നു കാക്കായുടെ ഈ ആഘോഷത്തിമിർപ്പ്. ആഘോഷമാണല്ലോ, കാരണം ഇതിന്റെ പേരിൽ എത്ര തലയാണ് നിങ്ങൾ കൊയ്തെടുത്തത്, ആ തലകൾ എണ്ണി നോക്കിയാണല്ലോ ഇവിടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് കാക്ക വലിയ സന്തോഷത്തിലായിരുന്നു. ഈ കാക്കായെ സഹായിക്കാൻ, ഈ കാക്കായെ ഒളിവിലിരുത്താൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് കാക്ക ഭദ്രമായിട്ട് ഒളിവിൽ പോയി. നമുക്കറിയാം ജോസഫ് മാഷുടെ കൈയും കാലും എടുത്ത സവാദ് 10 വർഷമാണ് കണ്ണൂരിൽ വേഷം മാറി പേര് മാറി സുഖസുന്ദരമായിട്ട് ജീവിച്ചത്. ജോസഫ് മാഷുടെ കയ്യും കാലും എടുത്ത മഴുവുമായിട്ടാണ് ഈ സാദിഖ് നാടുവിടുന്നത്. എന്നിട്ട് അയാള് അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത്. 2 പെൺമക്കളുമുണ്ട്. ഇവർക്കാർക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 2 മക്കളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ ഇയാളുടെ പേര് സവാദ് എന്ന് തന്നെയാണ്. ഭാര്യയ്ക്കും അറിയില്ലായിരുന്നു അത്രേ. വേറൊരു പേരിലായിരുന്നു സവാദ് ആശാരിപ്പണി ചെയ്ത് അവിടെ ജീവിച്ചിരുന്നത്. അതിനു മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എല്ലാ മാസവും ഇയാൾക്ക് മാസപ്പടി എത്തിച്ചു നൽകി. കേസിന് എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകി. 30ഓളം പ്രതികൾ ഉണ്ടായിരുന്നതിൽ 1-ാം പ്രതി സവാദാണ്. സവാദിനെയായിരുന്നു കേരള പോലീസിന് പിടികിട്ടാതിരുന്നത്. സുഖസുന്ദരമായിട്ട് കാക്ക ആർമാദിച്ച് ജീവിച്ചു. ഒടുവിലാണ് NIA കാക്കായെ കണ്ണൂരിൽ നിന്നും പൊക്കിയെടുക്കുന്നത്. പറഞ്ഞു വരുന്നത്, കാക്കായ്ക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനും അത്തരത്തിലൊരു കൃത്യം കാഫിറിനെതിരെ ചെയ്ത പ്രവാചകനെ നിന്ദിച്ചല്ലോ ജോസഫ് മാഷ്, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിന്റെ പേരില് അയാളോടൊരു മതനിയമമാണല്ലോ ഇദ്ദേഹം പാസ്സാക്കിയത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല രൂപത്തിലുള്ള പരിഗണനകളാണ് കിട്ടുന്നത്. അവാർഡൊക്കെ കിട്ടിയ ചാരിതാർത്ഥ്യമായിരുന്നു സവാദിനുണ്ടായിരുന്നത്. അത്തരക്കാരെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പിതാക്കന്മാര് തയ്യാറാണ്, ജോലി കൊടുക്കാൻ തയ്യാറാണ്, വീട്, പണം, പദവി, ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യങ്ങൾ, മാസപ്പടി, ഇതെല്ലാം നൽകി. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ കേന്ദ്രം നിരോധിച്ചതിന് ശേഷം ഈ മാസപ്പടി നിന്നു. കാരണം ബാങ്ക് അക്കൗണ്ടൊക്കെ NIA ഫ്രീസ് ചെയ്തല്ലോ, പറ്റിയില്ല. അതിനുശേഷമാണ് കാക്ക ആശാരിപ്പണി പഠിച്ച് തൊഴിലിനിറങ്ങുന്നത്. ഒടുവിൽ പിടിക്കപ്പെടുകയും ചെയ്തു. നന്ദി.